ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ട്. വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു അപകടമരണം. തിരുവനന്തപുരത്താണ് സംഭവം. ശ്രീകാര്യത്താണ്. KSRTC സ്വിഫ്റ്റ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശി രാകേഷ് മരിച്ചു. ഇന്നാണ് വിവാഹം നടക്കാനിരുന്നത് രാകേഷിന്റെ. അതിനിടയിലാണ് ദാരുണാന്ത്യം. അമിത വേഗതയിലെത്തിയ ബൈക്ക് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, ഇന്ന് വിവാഹം നടക്കേണ്ടിയിരുന്ന ആളാണ്. എന്തിനാണ് ഇയാൾ ബൈക്ക് എടുത്ത് പോയത്? വാഹനം അമിത വേഗതയിലായിരുന്നു എന്ന് പറയുന്നു. നിയന്ത്രണം വിട്ടു വന്നതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഹരിമോഹൻ? അരുൺ, തികച്ചും വേദനാജനകമായ സംഭവമാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി തിരുവനന്തപുരം സ്വീകാര്യത്ത് ഉണ്ടായത്. KSRTC സ്വിഫ്റ്റ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു ഈ അപകടമുണ്ടായത്. ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശിയായിട്ടുള്ള രാകേഷ് ഓടിച്ചിരുന്ന ബൈക്കാണ് KSRTC സ്വിഫ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയത്. ഇന്നിപ്പോൾ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് താലി കെട്ടി രജിസ്റ്റർ മാരേജ് നടത്താനിരിക്കുകയായിരുന്നു. വീട്ടുകാർ അനുകൂലിക്കാത്തതിനാൽ ആണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇന്നലെ രാത്രിയോടുകൂടി ഒരു ബന്ധുവീട്ടിൽ ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾക്കായി ഒരു ബന്ധുവീട്ടിൽ പോവുകയും അതിനുശേഷം തിരിച്ചു വരികയും ചെയ്യുന്ന സമയത്താണ് ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിച്ചു കയറിയതെന്ന് പറയുന്നു. അമിത വേഗതയിലായിരുന്നു ബൈക്ക് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഹെൽമറ്റും ധരിച്ചിട്ടില്ലായിരുന്നു. കണിയാപുരം ഡിപ്പോയിൽ ഈ ബസ് ചാർജ് ചെയ്ത ശേഷം വികാസ് ഭവനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ അപകടമുണ്ടായത്. ഈ തല ഏകദേശം പൊട്ടിച്ചെറിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഹെൽമറ്റ് ധരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മരണം സംഭവിച്ചത് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാട്ടായിക്കോണം സ്വദേശിനിയായിട്ടുള്ള യുവതി വിവാഹം കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്തായാലും ഇതിൽ ദൃക്സാക്ഷികളടക്കം ഉള്ളവർ CCTV-കളടക്കം പരിശോധിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ബൈക്കിന്റെ അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണം എന്നുള്ളത്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണോ അത് ചെയ്തിട്ടുണ്ടാവുക? കാരണം വീട്ടുകാരെ വിവരങ്ങളൊന്നും ലഭ്യമല്ല. വീട്ടുകാർ വിവാഹത്തിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അമിത വേഗതയിലായിരുന്നു ബൈക്കെന്നും ഒപ്പം ഈ നിയന്ത്രണം വിട്ടാണ് വാഹനത്തിൽ ഇടിച്ചതെന്നും അടക്കമുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്. അതെ, ഹെൽമറ്റ് വെച്ചിരുന്നില്ല, വിവാഹത്തിന് വീട്ടുകാർ തയ്യാറായിരുന്നില്ല എന്നതറിയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം അമിത വേഗതയിൽ വന്ന് നേരെ ഈ ബസ്സിലേക്ക് വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇന്ന് കല്യാണം നിശ്ചയിച്ചിരുന്നതാണ്. രാകേഷ് നിശ്ചയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ അത് വീട്ടുകാരെ വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഹരി പറയുന്നത്. ബന്ധുവീടിൽ പോയി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് മടങ്ങി വരുന്നതിന് ഇടയിലാണ് അപകടമുണ്ടായത്. അതാണ് നമ്മളെ ഇപ്പോൾ സംശയത്തിലാക്കുന്നതും. കാരണം ഹെൽമറ്റ് വയ്ക്കാതെ കല്യാണം നടക്കുന്ന ദിവസം കുറച്ച് സൂക്ഷിച്ചോടിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷേ നേരെ വന്ന് ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളും പറയുന്നത്. അമിത വേഗതയിലായിരുന്നു. ബൈക്കിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ആകെ തവിട് പൊടിയായി കഴിഞ്ഞിട്ടുണ്ട്.